കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 13 വർഷമായി വന്ദനായ സന്തോഷ് ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ബെത്സൈദ മിഷൻ അനുഗ്രഹകരമായ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത്. ആരോരുമില്ലാത്തവരെ ഈ മിഷൻ സെൻറ്ററിൽ താമസിപ്പിക്കുകയും അവരെ പരിചരിക്കുകയും പ്രത്യേകിച്ചും അവരുടെ അന്ത്യം സമാധാനപരമായി ആയിത്തീരുവാനായിട്ടുള്ള പരിശ്രമം അച്ഛൻ നിർവഹിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഇത് പൂർണ്ണമായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ കീഴിലേക്ക് അച്ഛനത് കൊണ്ടുവരികയും ഭദ്രാസനം അത് അംഗീകരിക്കുകയും ഭദ്രാസനം മെത്രാപ്പൊലീത്തായ ബലഹീനനായ ഞാൻ ഉൾപ്പെടെയുള്ള ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി ഇതിന് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള സ്വപ്നം 100 ബെഡുകളുള്ള ഒരു പാലിയേറ്റീവ് കെയറായി ഇത് ഉയർത്തുക എന്നുള്ളതാണ്. അത് അതിബൃഹത്തായ ഒരു പദ്ധതിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ പിന്തുണ ഇതിനാവശ്യമുണ്ട്. പ്രത്യേകിച്ചും അച്ഛൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കുമ്പോൾ വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങൾ ഈ സ്ഥാപനം സന്ദർശിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏറെ ശക്തമായ ഒരു ഭദ്രാസനമാണ് തുമ്പോൺ ഭദ്രാസനം. ഈ ഭദ്രാസനത്തിൽ നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള ജീവകാരുണ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാപനമാണ് തുമ്പമൺ താഴം പുന്നക്കുന്ന് മലയിലുള്ള ബത്സൈദ മിഷൻ ഹോം. ഈ സ്ഥാപനത്തിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവർ, ഹാൻഡിക്യാപ്ഡായിട്ടുള്ളവർ, തളർവാദം വന്നവർ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം ബാധിച്ചവർ, ആരുമില്ലാത്തവർ തുടങ്ങി മനുഷ്യ സഹജമായ എല്ലാ വ്യഥകളും അനുഭവിച്ചുകൊണ്ട് താമസിക്കുന്ന ഒരുപറ്റം ആളുകളുടെ കൂടിച്ചേരുന്ന ഇടമാണ് ബത്സൈദ. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നിരവധി പ്രോജക്റ്റുകൾ ആഗ്രഹപൂർവ്വം ഞങ്ങൾ മുമ്പോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ട് വളരെ വേഗത്തിൽ നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത് തളർവാദം വന്ന് ജീവിതം കിടക്കയിലായിപ്പോയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഏറ്റവും നല്ല പരിചരണം കൊടുക്കുക, അവരെ നല്ല ജീവിതത്തിലേക്കും സ്വസ്ഥതയിലേക്കും മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നിലവിലുള്ള രോഗികളെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം പരിമിതമായ സാഹചര്യങ്ങളാണുള്ളത്. കൂടുതൽ രോഗികൾ വരുന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങളും സ്ഥലങ്ങളും കുറവായതിനാൽ പുതിയ ഇടം കണ്ടെത്താനുള്ള പരിശ്രമം ആരംഭിച്ചിട്ട് തന്നെ കുറേ കാലമായി. നിങ്ങളുടെ മുമ്പിൽ ഈ കാണുന്ന ഭൂമി, ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് വരുന്ന ഈ മുൻവശത്തുള്ള ഭൂമിയിലേക്ക് പുതിയ ബിൽഡിംഗ് പണിയാൻ തക്കോണം അങ്ങ് താഴേന്ന് വലിയ ബിൽഡിങ് 3 നില ബിൽഡിങ് പണിയാൻ തക്കോണം ആഗ്രഹിക്കുകയാണ്. ഏറ്റവും താഴെ ഒരു നിലയും ഈ താഴെ കാണുന്ന ഗ്രൗണ്ടിലൊരു നിലയും ഇതിൻ്റെ മുകളിലുമായി 4 നില കെട്ടിടം തക്കോണം പണിയാനാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അഭിനന്ദനായ ഡോക്ടർ അബ്രഹാം മാർ സറാഫീൻ തിരുമനസിൻ്റെ പ്രധാനമായ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തിൻ്റെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 100 പേർക്ക് ഉള്ള പാലിയേറ്റീവ് കെയർ സെൻ്റർ കൂടെ തുടങ്ങുകയാണ്. വളർച്ചയുടെ പാതയിൽ അനേക ആളുകളുടെ താങ്ങും തണലും ഉണ്ടായിരുന്നു. ഇന്ന് ഭദ്രാസനം ഇതിൻ്റെ പ്രധാനമായ നേതൃത്വം ഏറ്റുകൊണ്ടുകൊണ്ട് ഈ സ്ഥാപനം വളരുന്നു. അനേകർക്ക് ആശ്വാസമായി ഈ കുന്നിൻ്റെ മുകളിൽ ഈ സ്ഥാപനം പരിലസിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈത്താങ്ങുകൾ നൽകുന്ന നാനാജാതി മതസ്ഥരുണ്ട് ഇതിൻ്റെ അകത്ത്. അന്തേവാസികളായിട്ട് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഭദ്രാസനം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതിന് അല്പമായിട്ടോ അധികമായിട്ടോ ഇതിനെ സഹായിക്കുന്ന ഏവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ വളർച്ച പ്രിയപ്പെട്ട സന്തോഷത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഇതിന് ഒട്ടനവധി പ്രോജക്റ്റുകൾ കടന്നു വരുവാനുള്ള ശ്രമത്തിലും പരിശ്രമത്തിലുമാണ്. അതിൻ്റെ വഴികളിൽ നമുക്ക് ചെയ്യുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കുവാനും സാമ്പത്തികമായി ഇതിനെ സഹായിക്കുവാനും അനേകരെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാനും അവരെ പരിചരിക്കുവാനവർക്ക് ആവശ്യമായ
ദൈവകൃപകൾ ലഭിക്കുവാനുമായിട്ടാണ്. എല്ലാ നന്മകളും നേരുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പാലിയേറ്റീവ് വാർഡുകൾ എന്ന് പറയുമ്പോൾ മിനി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഒരു ICUവിൽ എങ്ങനെയാണോ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത് അതെല്ലാം ഒരു പാലിയേറ്റീവ് വാർഡിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് പാലിയേറ്റീവ് വാർഡ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അങ്ങനെ തളവാത രോഗികളെ ഏറ്റെടുത്ത് ശുശ്രൂഷിക്കുവാനായി എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 100 കിടക്കകൾ ഒരുക്കേണ്ട കോണം ഈ സ്ഥാപനം ആഗ്രഹിക്കുക. ദൈവം സഹായിക്കുന്ന പക്ഷം ഈ സ്ഥാപനം എത്രയും വേഗം പൂർത്തീകരിച്ച ഈ ഭദ്രാസനത്തിൻ്റെ ഒരു തിലകക്കുറിയായി, പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു അടയാളമായി മാറും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര കാലത്ത് അനേകം രോഗികളെ അന്വേഷിക്കുകയും അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ അഭിനന്ദനായ ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്തായുടെ നേതൃത്വത്തിൽ തുമ്പോൺ ബെത്സൈദ മിഷൻ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. ഡയറക്ടറായി ബഹുമാനപ്പെട്ട സന്തോഷ് ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പുതുതായി ആരംഭിക്കുന്ന 100 തളർവാദ രോഗികളെ സംരക്ഷിക്കുവാനും അവരെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആരോരുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നവരെ തേടി ഈ ബെത്സൈദ മിഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് തുമ്പോൺ ഭദ്രാസനം നേതൃത്വമെടുക്കുകയാണ്. സമൂഹത്തിൽ പ്രതിസന്ധികളിലും പ്രയാസത്തിലും കഴിയുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയും ഉത്തരവാദിത്വമാണ്. ബെത്സൈദ മിഷന് അതിന് സാധിക്കും എന്നുള്ളത് വലിയ ഒരു സാമൂഹിക പ്രവർത്തനമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്രകാരം ഈ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് നന്മയ്ക്കായി ഭവിക്കട്ടെ. ആരും പ്രയാസം അനുഭവിക്കാതെ കർത്താവ് അനേകം രോഗികളെ ചേർത്ത് പിടിച്ചതുപോലെ, രോഗികൾക്ക് സൗഖ്യം നൽകിയതുപോലെ ബെത്സൈദ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് രോഗികളെ അവരെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. ഈ പ്രവർത്തനത്തിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരട്ടെ. അതിന് സമൂഹം ഒന്നായി കൈകോർക്കാം. ഞാൻ നിൽക്കുന്നത് പുന്നക്കുന്ന് മലയിലെ കിടാവിളക്കിൻ്റെ മുൻപിലാണ്. അങ്ങനെ ഒരുപാടിടത്ത് എങ്ങും കാണാൻ സാധിക്കാത്തൊരു കാഴ്ചയാണിത്. ഇതൊരു മലയാണ്. മലയുടെ മുകളിൽ ഒരിക്കലും അണയാത്ത വിധം ഒരു വെളിച്ചം സ്ഥാപിക്കപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം ആകുകയാണ്. ബെത്സൈദ മിഷൻ ഹോമിനെ സംബന്ധിച്ച് ഈ വെളിച്ചം ഒരുപാട്
ശക്തിയാണ് നൽകുന്നത്. മനുഷ്യർ കലഹിക്കുന്ന, മതം പറഞ്ഞ് കലഹിക്കുന്ന, വർഗം പറഞ്ഞ് കലഹിക്കുന്ന, രാഷ്ട്രീയം പറഞ്ഞ് കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും സമാധാനവും സ്വസ്ഥതയും നന്മയും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കലഹമില്ലാതെ, ബഹളങ്ങളില്ലാതെ, ശത്രുതയില്ലാതെ എല്ലാ മനുഷ്യരും ജീവിക്കണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പുന്നക്കുന്ന് മലയിൽ ഈ കിടാവിളക്ക് സ്ഥാപിച്ചത്. ഇത് ശോഭിക്കും തോറും എല്ലാവർക്കും വെളിച്ചം ലഭിക്കട്ടെ ഹൃദയത്തിനകത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വിളക്ക് ശോഭിക്കും തോറും എല്ലാവരുടെയും മനസ്സിൽ ദൈവസ്നേഹം നിറയുവാനും ദൈവകൃപ വ്യാപരിക്കുവാനും പരസ്പരം കലഹമില്ലാതെ ഐക്യത്തിലും കരുതലിലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ജീവിതായുസ് പൂർത്തീകരിക്കാൻ തക്കോണം ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഈ മലയിൽ ഈ വിളക്ക് സ്ഥാപിച്ചത്. ഈ വിളക്കിന് പുറകിൽ കുറേ പ്രാർത്ഥനകളുണ്ട്. ഇത് പരസ്പര ഐക്യത്തിനും സമാധാനത്തിനും ഉള്ള പ്രാർത്ഥനകളാണ്. ഇവിടെ സന്ദർശകർ വരുമ്പോൾ എല്ലാവരും ഈ വിളക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരിടമാക്കി ഇതിനെ മാറ്റുന്നതും ഈ കിടവിളക്കാണ്. ഈ കുരിശടി അച്ഛൻ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ നാട്ടുകാർക്ക് മുഴുവൻ ഒരു അഭയ സങ്കേതമാണ്. ധാരാളം ആളുകൾ, നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായി നൽകുന്ന ഒരു സാക്ഷ്യമാണ്. അതും നമ്മുടെ മധ്യസ്ഥതയിൽ, നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതയിൽ, മിഖായേലിന്റെ മധ്യസ്ഥതയിൽ ഈ കുരിശടി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം എന്ന് ഇത്രയധികം വൈദികർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ ശുശ്രൂഷയിൽ ഇവിടുത്തെ ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നത്.